കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ വിടരും പൂക്കളിൽ പുലരി വീണ് മീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? നല്ല മഴയാണ് കേട്ടോ. രാവിലത്തെ അവസ്ഥയാണിത്. ചെറുതായി കാറ്റുണ്ട്, അത്യാവശ്യം നല്ല മഴയുണ്ട്. മക്കൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെയാണ്. സ്കൂൾ ബസ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ബസ്സിൽ കയറിപ്പോയി സ്കൂളിൻ്റെ ഉള്ളിൽ പോയി ഇറങ്ങിയാൽ മതി. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അവിടെ മഴയൊക്കെ ഇല്ലേ? അപ്പോൾ മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഞാനെൻ്റെ ഡ്യൂട്ടി തുടങ്ങിട്ടോ. ഇന്ന് നേരത്തെ അകടിച്ച് വരൽ, മുറ്റടിച്ച് വരൽ, അതുപോലെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതും കൂടി തുടച്ചാൽ ഏറെക്കുറെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞു. ഞാനിത് ആകം തുടച്ച് കഴിഞ്ഞാൽ റൂമിൽ അതുപോലെ ഹാളിലൊക്കെ ഈ ഒരു റൂം സ്പ്രേ ചെയ്യും കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ നല്ല വീട് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. ജാസ്മിൻ്റെ സ്പ്രേ ആണ്. അപ്പോൾ നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ് വീട് മുഴുവൻ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഞാൻ ഇന്നൊരു ബീഫ് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു അധികം എരിവില്ലാത്തൊരു 3 പച്ചമുളക്, അതുപോലെ 2 തക്കാളി ഒക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് മന്തിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബീഫൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസിലേക്കുള്ള ഓയിലും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള 2 സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1.5 കിലോ ബീഫ്, 1 കിലോ റൈസ്, ഇതിനുള്ള അളവാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കാൻ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വാടി വരുന്നുണ്ട്. അത്യാവശ്യം വാടിയിട്ടില്ല, നല്ല മൊരിഞ്ഞ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 6 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കിലോ ബീഫ് ആയതുകൊണ്ടാണ്, ചിക്കനാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, ഞാൻ ബീഫ് ആയതുകൊണ്ട് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഒരു 6 മാഗി ക്യൂബ്സ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 കറുവപ്പട്ടയുടെ പീസ്, അതുപോലെ ഒരു 3 ഏലക്കായ്, കുറച്ച് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു കരിനാരങ്ങ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിനാരങ്ങ അധികം ആളുകളും നമ്മൾ റൈസിന് വെള്ളം വെക്കുമ്പോൾ അതിലേക്കാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഞാൻ അതിലേക്കല്ല, ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഈ ഒരു മസാലയിലേക്കാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് കുരുമുളകാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതിൻ്റെ ഈ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുമോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം സൈസിലിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ 6 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് തീരെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ കറക്റ്റാണ്. മാഗി ക്യൂബിലുള്ള ഉപ്പ് തന്നെ മതി. ഈ ഒരു ബീഫിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മസാലയും കൂട്ടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തീരെ വെള്ളം ഒഴിച്ചെടുക്കണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലും, അതുപോലെ ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ആണ് അടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വിസിൽ കൂട്ടും വർക്കൊക്കെ ചെയ്യുക.
ഈ സമയം കൊണ്ട് ഞാൻ അരിക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചു കേട്ടോ. വിറക് അധികം പിന്നെ ഉണങ്ങിയിട്ടില്ല, അപ്പോൾ കത്തി പിടിക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ 6 വിസിലടിച്ചിട്ട് ബീഫൊക്കെ ഒരു 90% വേവായിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ റൈസ് ഇട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കും, അപ്പോൾ കറക്റ്റായിരിക്കും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഇതിനിടയ്ക്ക് തിളപ്പിച്ചൂറ്റി കൊണ്ടുവന്നു. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം കറുവപ്പട്ട, അതുപോലെ 2-3 ഗ്രാമ്പു, ഒരു 2 ഏലക്കായി, അതുപോലെ റൈസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്. ചോറൊരു ഹാഫ് വേവ് ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമ്മളൊരു വിസിലടിച്ചിട്ട് പിന്നെ ആവിയിൽ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഓയിലിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ റൈസിനൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട്. ഫുഡ് കളറൊന്നും ഞാൻ ഉപയോഗിക്കലില്ല, ഞാൻ ഫുഡ് കളർ തീരെ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഫുഡ് കളർ അതുപോലെ അപ്പസോഡ ഇതൊന്നും ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ. ഇനി ഒരു 3-4 പച്ചമുളക് കീറി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ചോറിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറ്. ഇനി വേണ്ടത് മന്തിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു സ്മോക്കിൻ്റെ സ്മെല്ല്. അപ്പോൾ ഞാനിതാ കുറച്ച് കണലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞപ്പൊടി കലക്കിയ പാത്രത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വെക്കുകയാണ്. അതിൻ്റെ പുകയൊക്കെ പുറത്ത് പോയാൽ ആ സ്മെല്ലൊന്നും കിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരൊറ്റ വിസിലടിച്ചാൽ പിന്നെ ആവി പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ബീഫ് മന്തി റെഡിയായി. അപ്പോൾ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ മോനോട് കഴിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ബീഫ് മന്തി ഓർഡർ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്താലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ജോലിയെ ചെയ്തിട്ട് തീർന്നില്ല, കറക്റ്റ് സമയത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ ജോലി എല്ലാവരും കൂടി എന്നെ ശരിയാക്കൂലേ. സൈഡായിട്ട് ഞാൻ കുറച്ച് മയോണൈസ് അതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിക്ക് ഞാൻ ഒരു സവാള, അതുപോലെ ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, അതുപോലെ കുറച്ച് സുർക്ക അത്രയും ചേർത്ത് അരച്ചെടുത്തതാണ്. മന്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ സൈഡായിട്ട് ഈ ചമ്മന്തി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിനി പിന്നെ വരാം.